നമസ്കാരം. പാലക്കാട് നഗരസഭയിൽ അയിത്തത്തിൻ്റെ പേരിൽ ലഹള, തൊട്ടുകൂടായ്മ തീണ്ടിക്കൂടായ്മയൊക്കെ ഉണ്ടല്ലോ. ഇത് കേൾക്കുന്ന മുസ്ലിങ്ങൾക്ക് ഇതെത്രമാത്രം അതിൻ്റെ രൂക്ഷത എത്രമാത്രം അവർക്കറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ജന്തുവർഗത്തിനകത്ത് ജാതികളുണ്ടല്ലോ. ആ ജാതിക്ക് ഈ ജാതിയെ കണ്ടുകൂടാ, ഈ ജാതിക്ക് ഈ ജാതി കണ്ടുകൂടാ, ആ ജാതിക്ക് ഈ ജാതിയെ കണ്ടുകൂടാ. അങ്ങനെ ഒരു കാലഘട്ടത്തിലൊക്കെ സവർണന്മാരെന്ന് പറയുന്നൊരു വകുപ്പുണ്ടായിരുന്നു. പൂണൂൽധാരികൾ, നായന്മാർ വരെയാണത്രേ. അവരെയാണ് സവർണന്മാരെന്ന് വിളിച്ചിരുന്നത്. അവർ നടക്കുന്ന വഴി കൂടെ മറ്റുള്ളവർ വഴി നടക്കാൻ പോലും പാടില്ലാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം. അങ്ങനെ വഴി നടന്നു കഴിഞ്ഞാൽ അശുദ്ധമാണ്. അമ്പലത്തിനകത്തൊക്കെ അവർണന്മാർ വന്ന് കയറിക്കഴിഞ്ഞാൽ പുണ്യാഹം തെളിക്കണം അവിടെ, അല്ലെങ്കിൽ അമ്പലം അശുദ്ധിയായിട്ട് മാറും. അപ്പം അതൊക്കെയും കഴിഞ്ഞ് ചത്തുപോയിട്ടുള്ള ശവങ്ങൾക്ക് വരെ അയിത്തം. അതാണിപ്പോൾ പാലക്കാട് നഗരസഭയിൽ നിന്ന് കേൾക്കുന്ന കാര്യം. നായർ ശവം, ഈഴവ ശവം, വിശ്വകർമ്മ ശവം, ഇത് തമ്മിൽ കണ്ടുകൂടാത്രേ, ഇത് തമ്മിൽ കൂട്ടിമുട്ടിക്കൂടാത്രേ. എല്ലാത്തിനും വേറെ വേറെ സ്ഥലങ്ങൾ. ആലോചിച്ച് നോക്കുക. ചത്തു കഴിഞ്ഞിട്ടും വിട്ടുമാറാത്ത ജാതിപ്രേതം. എങ്ങനെയാണ് ഈ ജന്തുമതം നേരെയാവുക? ഹിന്ദുമതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ന്യൂനത. അതിനകത്ത് പല മതരൂപങ്ങളുണ്ടെന്നുള്ളതാണ്. ജാതിന വെപ്പ്, ജാതിയല്ല മതം തന്നെയാണ്. നായർ മതം, ഈഴവ മതം, പുലയ മതം, വിശ്വകർമ്മ മതം, നമ്പൂരി മതം, ഇങ്ങനെ വിവിധങ്ങളായി അവർ തമ്മിൽ അവർക്ക് കണ്ടുകൂടാ. അവർക്ക് അവരുടെ ദൈവങ്ങളുണ്ട്, അവർക്ക് അവരുടെ പ്രാർത്ഥനാ രീതികളുണ്ട്, അവർക്ക് അവരുടെ അമ്പലങ്ങളുണ്ട്. അതിനെ ജാതി എന്ന് പറയാൻ പറ്റും? മതങ്ങളല്ലേ വാസ്തവത്തിൽ. ഇപ്പോൾ ഇവിടെ പാലക്കാട് മുനിസിപ്പാലിറ്റി, ആ പാലക്കാട് മുനിസിപ്പാലിറ്റിയുടെ നഗരസഭയുടെ ശ്മശാനമുണ്ട് അവിടെ. ആ ശ്മശാനം പൊതു ശ്മശാനമാണത്. പക്ഷെ അവിടെ വരുന്ന ശവങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അറിയാലോ, നമ്പൂരിക്ക് നായരെ കണ്ടുകൂടാ, നായർക്ക് ഈഴവനെ കണ്ടുകൂടാ, ഈഴവന് പുലയനെ കണ്ടുകൂടാ, പുലയനെ കണ്ടുകൂടാ, പുലയന് വേട്ടുവനെ കണ്ടുകൂടാ, വേട്ടുവന് വിശ്വകർമ്മനെ കണ്ടുകൂടാ. ഇവരാർക്കും തമ്മിൽ ആർക്കും അന്യോന്യം കണ്ടുകൂടാ. അതിനെനിക്ക് മാറാനും പോകുന്നില്ല, അത് കൂടിക്കൂടി വരാനേ പോകുന്നുള്ളൂ. ഒരു കാലഘട്ടത്തിൽ NSSനകത്ത് വാര്യർമാരുണ്ടായിരുന്നു, നമ്പൂരിമാരുണ്ടായിരുന്നു, മാരാന്മാരുണ്ടായിരുന്നു, ഷാരടിമാരുണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സെപ്പറേറ്റായി, വേറെ വേറെ തുരുത്തായി. ഞാൻ ജീവിച്ചിരുന്ന അയ്യന്തോള്, അവിടെ NSന്റെ പ്രസിഡന്റ് ഒരിക്കൽ KB മാരാരായിരുന്നു. അന്നമനയുടെ അച്യുതന്മാരാരുടെ മരുമാനം ഒറ്റമാണ്. പിന്നെ ഒരു ഹിന്ദി ഭാഷയുണ്ട്, നമ്പൂതിരിയായിരുന്നു, അങ്ങനെയായിരുന്നു ഇതിൻ്റെ പ്രസിഡന്റ്. അപ്പം അതൊന്നുമില്ല. ഇപ്പം നായർക്ക് നായർ, ഈ നായന്മാർ തന്നെ 7 ഗ്രൂപ്പുകളാണ് കേട്ടോ. 7 ഗ്രൂപ്പുകളിൽ 3 ഗ്രൂപ്പുകളെ ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. വെള്ളായ്മ, വട്ടേക്കാടൻ, വെളുക്കത്തരയൻ, വെളുത്ത ഏടൻ, അങ്ങനെ പോകുന്നു. ഏതായാലും ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചത്ത് കഴിഞ്ഞിട്ട് ശവത്തിൻ്റെ മേലെ ജാതി ആരോപിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാളെ കണ്ട വഴിയെ മാറുക, അയാൾ മാറി നടക്കുക, ഹേയ് എന്ന് പറയും. ചത്തു കഴിഞ്ഞ് അങ്ങനെ പറയും? അങ്ങനെ പറയും. ചത്തു കഴിഞ്ഞാൽ ഇത് തന്നെ പറയും. ഇപ്പോൾ ഇവിടെ പാലക്കാട് ശ്മശാനത്തിൽ
നായർ സർവീസ് സൊസൈറ്റിക്ക് പ്രത്യേക ഭൂമി 20 സെൻറ്റോ മറ്റാണോ വളച്ചു കെട്ടി അവർക്ക് കൊടുക്കാനുള്ള അനുമതി നൽകിയിരിക്കുകയാണ്. ശവസംസ്കാരത്തിന് ഷെഡ് പണിയാൻ വേണ്ടിയിട്ട് ആ നായന്മാർക്ക് സ്പെഷ്യലായിട്ട് കരയോഗത്തിന് അതിൻ്റെ അനുമതി ലഭിച്ചതിൻ്റെ പിന്നാലെ അങ്ങനെയാണെങ്കിൽ നായർ ശവത്തിന് എന്തൊരു സ്പെഷ്യാലിറ്റി നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഈഴവ ശവത്തിനും അതേ സ്പെഷ്യാലിറ്റി തരണം. എല്ലാം ഹിന്ദുമതത്തിൽപ്പെട്ട ആളുകളാണ്. ഇതെല്ലാം കഴിഞ്ഞ് ഇവരൊക്കെ സവർണന്മാരാണെന്ന് സ്വയം വിലയിരുത്തിയ ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പറയണു ഈഴവന്മാർക്ക് കൂടി നായന്മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈഴവന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് വേണം. അങ്ങനെയാണ് വിശ്വകർമ്മയ്ക്ക് വേണം. മറ്റുള്ളൊരു ഇതിന് അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അവർക്ക് നഗരസഭാ സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. അപ്പം ആയതുകൊണ്ട് തന്നെ അങ്ങനെയാവുമ്പോൾ ഇവിടെയുള്ള ഇനി വേറെ കാര്യമുണ്ട്, മനുഷ്യന്മാർ വരും അവിടെ, മനുഷ്യ ശവങ്ങൾ. ഞങ്ങളിൽ മതമില്ല, ഞങ്ങളിൽ ജാതിയില്ല, ഞങ്ങൾ മനുഷ്യന്മാരാണെന്ന് പറയുന്ന ആൾക്കാർ വന്നാലോ, കമ്മ്യൂണിസ്റ്റ് ശവം വന്നാലോ, കോൺഗ്രസ് ശവം വന്നാലോ. കോൺഗ്രസ് ശവം പറയില്ല ഈ കമ്മ്യൂണിസ്റ്റ് ശവം ശരിയാവില്ല, അതിൻ്റെ അടുത്ത് ഞാൻ കിടക്കില്ല. പച്ചവെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റാത്തവരാ. അതുകൊണ്ട് ഞങ്ങൾക്ക് കോൺഗ്രസ് ശവം വയ്ക്കാൻ വേറെ സ്ഥലം, കമ്മ്യൂണിസ്റ്റ് ശവം വയ്ക്കാൻ വേറെ സ്ഥലം, BJP ശവം വയ്ക്കാൻ BJPക്കാരെ പോകണം ഭരിക്കുന്നത് ഒരു വലിയ സ്ഥലം, നായർ ശവത്തിന് സ്ഥലം, ഈഴവ ശവത്തിന് സ്ഥലം, വിശ്വകർമ്മ ശവത്തിന് സ്ഥലം. ഞാൻ പറയുന്ന സമയത്ത് ഇതിൻ്റെ അടിയിൽ സ്ഥിരമായിട്ട് ഈ കിണ്ടി നായകൾ ഇവരാണ് എൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. കാരണം ഇവറ്റകളാണ് ഇപ്പോൾ ഈ ഹിന്ദുത്വവാദത്തിൻ്റെ കൊടിയും പിടിച്ച് നടക്കുന്ന ആളുകൾ. ബാലകൃഷ്ണൻ നായ കിണ്ടി നായ, സുധാകരൻ നായ കിണ്ടി നായ, ഇവറ്റകൾക്കാണ് ഇപ്പോൾ ഏറ്റവും വലിയ കടിയും ചൊറിയും. അവരറിയുന്നില്ല വിഭോ, അവരാരെയാണ് സേവിക്കുന്നത് അവറ്റകൾ അറിയുന്നില്ല. ഏതായാലും പ്രശ്നം ഗുരുതരമായി ഗുരുതപമായി ഇപ്പോൾ തൽക്കാലം നായർക്കും വേണ്ട, ഇളവിനും വേണ്ട, വിശ്വകർമ്മജനും വേണ്ട, പണി നിർത്തിവെക്കാൻ പറഞ്ഞിരിക്കുക. NSSന് 20 സെന്റ് സ്ഥലമാണെന്ന് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ആകെ കൂടി അവിടെ എത്രയോ 40-50 സെന്റ് സ്ഥലമേ ഉള്ളൂ. ഇതിൻ്റെ മേലെയാണ് ഇപ്പോൾ ഈ 20 സെന്റ് വെച്ചാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് 20 സെന്റ്, കോൺഗ്രസ്സുകാർക്ക് 20 സെന്റ്, കമ്മ്യൂണിസ്റ്റ് ശവം, കോൺഗ്രസ് ശവം, BJP ശവം, വിശ്വകർമ്മ ശവം, ഈഴവ ശവം, അങ്ങനെ 3 കാര്യങ്ങൾ. ഇനി വേറെ ആരൊക്കെയാണ് ആവശ്യം ഉന്നയിച്ചറിയില്ല. ഇത് 5 പേരായല്ലോ. അപ്പം എത്ര ഇത് 20 × 5 ആകുമ്പോൾ ഒരു ഏക്കറേ. ഏതായാലും പൊതു ശ്മശാനത്തിൽ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പാട്ടുണ്ട്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഒരു പിടി മണ്ണിന് മാത്രമാണ് അവകാശി, അവിടെ ജാതിയും മതവുമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പാട്ട് പാട്ട് ഏതോ ഓർക്കുന്നില്ല, കമുകറ പുരുഷോത്തം പാടിയതാണ്. പക്ഷെ ഇപ്പോൾ അവിടെ ശ്മശാനത്തിനകത്ത് ജാതി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇവിടെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേടൻ ജാതി ശരിയല്ലെന്ന് പാടിയതാണ്. വലിയ ജാതി, ചെറിയ ജാതി, കറുത്ത ജാതി, വെളുത്ത ജാതി, ഗോത്രങ്ങൾ, അത് ഇത് ആദിവാസി, മറ്റുള്ള കാര്യങ്ങൾ, അതിലൊരു തമ്പുരാൻ, ഇത്തരം കാര്യങ്ങളൊന്നും പാടില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ പാടി അയാളുടെ പക്കറ്റ് കയറുകയാണ് ഇപ്പോൾ. അപ്പം ഇതിനേക്ക് എന്ത് പറയും? ഇപ്പം ഈ വിഷകലയെപ്പോലുള്ള ആളുകൾ ഇവിടെയല്ലേ വാസ്തവത്തിൽ ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞ് അവർ നടക്കുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ നേരെയല്ലേ വിരൽ ചൂണ്ടേണ്ടത്? അമ്പലങ്ങളിൽ കഴകത്തിന് നല്ലൊരു ഹിന്ദുവായിട്ടുള്ളൊരു ഈഴവ യുവാവിനെ വെച്ച സമയത്ത് കൂടരമാണിക്കുന്നുണ്ടായ പ്രശ്നം അറിയാലോ. അതൊന്നും ഇവർ മിണ്ടിയിട്ടില്ല കേട്ടോ. അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ല. അങ്ങനെ നിരവധി കാര്യങ്ങളുണ്ട്. ചെട്ടികുളങ്ങര ക്ഷേത്രത്തിൽ ഇതുപോലെ ഒരു പുലയ സമുദായത്തിൽപ്പെട്ടൊരു പയ്യനെ അവിടെ പൂജയ്ക്ക് വെച്ചു.
കീഴശാന്തിയായിട്ട് ഇതുവരെ അവിടുത്തെ ഇതിനകത്ത് കയറ്റിയിട്ടില്ല. എന്തായാലും പറയാൻ പറ്റേ ശ്രീകോവിലിനകത്ത് കയറ്റിയിട്ടില്ല. പാവം അത് ജോലി ചെയ്യുന്നത്, എന്തൊക്കെയോ ജോലി ചെയ്ത് ജീവിക്കുന്നു, ശമ്പളം കിട്ടുന്നതല്ലേ. ശ്രീകോവിൽ ഇല്ലേ വേണ്ട, ശ്രീകോവിൽ വേണ്ട. പക്ഷെ അതിൻ്റെ കാര്യങ്ങൾ അറിയാനോ അന്വേഷിക്കാനോ അതിന് മേലെ വിരൽ ചൂണ്ടാനൊന്നും ഇവർക്ക് സമയമില്ല. ഇതിലിപ്പോ വേടനിപ്പോ പ്രശസ്തിയുടെ കൊടുമുടിയിലാണ്. അപ്പൊ വേടന്റെ വാല് വലിച്ചു കഴിഞ്ഞാൽ ആ പ്രശസ്തിയിൽ കുറച്ചും അതിൻ്റെ പിന്നിൽ കൂടെ വരുന്ന നാറ്റം കുറച്ച് മുഖത്തേക്ക് അടിക്കുമല്ലോ. ആ നാറ്റമെങ്കിലും കിട്ടും, വേടന്റെ നാറ്റമെങ്കിലും. വേടനാവാൻ ആൾക്കാർക്ക് കഴിയില്ല. ഏതായാലും കാലം ചെല്ലും തോറും അല്ല പറയാ, നമ്മളുടെ ഇലോൺ മസ്കൊക്കെ ചൊവ്വയിൽ നഗരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആ സമയത്താണ് ഇവിടെ ശവങ്ങൾ തമ്മിലടി. ഈ ശവത്തെ ഋഷികേശില് 2 തമിഴന്മാർ കൂടി അടികൂടി. 2 പേര് സ്വാമിമാരാണ് കേട്ടോ. അടികൂടി പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയിട്ട് അവർക്ക് ഹിന്ദിയല്ലേ അറിയുള്ളൂ, ഉത്തരേന്ത്യയിൽ ഇവർക്ക് തമിഴേ അറിയുള്ളൂ. അപ്പോൾ അവർ വാട്ട് ഹാപ്പൻഡ്, ക്യാ ഹോഗാ ക്യാ ഹോ ഗയാ, ഇവർക്ക് മറുപടി അറിയില്ല. അപ്പോൾ ഇവര് പറഞ്ഞു അച്ഛിവം ഇച്ഛിവത്തെ ടിഷും. അയാൾ എന്നെ തല്ലിയെന്ന്, എല്ലാം ശിവ എന്നൊക്കെയാ വിളിക്കുക. അയാൾ എന്നെ തല്ലിയപ്പോ ഈ അച്ഛിവത്തെ ടിഷും. പിന്നെ എന്താ ഉണ്ടായേ? और क्या हो गया? അച്ഛവും അച്ഛിവത്തെയും ടിഷും. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായി? അച്ഛവും അച്ഛിവത്തെയും ടിഷു. പോലീസുകാർ 2 പേര് 2 ഭാഗത്ത് അവരവിടെ വെച്ച എന്ന് പറയുന്ന പോലെ ആ ശവത്തെ കണ്ടുകൂടാ. ഈ ശവത്തിന് ആ ശവത്തെ കണ്ടുകൂടാ. നായർ ശവത്തിന് ഈഴവ ശവത്തെ കണ്ടുകൂടാ. ഈഴവ ശവത്തിന് നായർ ശവത്തെ കണ്ടുകൂടാ. അതുകൊണ്ട് എന്ത് ചെയ്യണം? നായർ ശവത്തിന് ഒരു 20 സെന്റ്, ഈഴവ ശവത്തിന് വേറെ 20 സെന്റ്, എന്നിട്ട് അതിന് നടിയിലും മതിൽ കെട്ടണം. ഇതാണ് കേരളത്തിലെങ്കിലും ഉത്തരേന്ത്യത്തെ കാര്യം പിന്നെ പറയണ്ട. അവർ കോരുന്ന കിണറ്റിലെ വെള്ളം ഇവർ കോരിക്കഴിഞ്ഞാൽ അവർ വെടിവെച്ച് കൊല്ലും. അവിടെ പൂലാൻ ദേവിയുടെയും ജനനം അങ്ങനെയാ. ദാഹിച്ചപ്പോൾ വെള്ളം കോരി എന്നുള്ളതാണ്. പൂലാൻ ദേവിയെ നഗ്നയാക്കിയിട്ട് ചെറുപ്പക്കാരിയായിട്ടുള്ള പെൺകുട്ടിയുടെ നാട് ആ ഗ്രാമം മുഴുവൻ നടത്തിച്ചു. അതിൻ്റെ പ്രതികാരമായിട്ടാണ് അവള് പൂലാൻ ദേവി കൊള്ളക്കാരിയായിട്ട് അവസരം ബഹ്മയ ഗ്രാമത്തിൽ കിട്ടിയൊരു മുഴുവൻ 28 പേരെ നിരത്തി വെച്ച് ടിഷു. ഇത് മാറാൻ പോകുന്നില്ല. ആദിശങ്കരനൊക്കെയും വിളിച്ചു കൂവിയിട്ടുണ്ട്. ജാതി നീതി കുലഗോത്ര ദോരകം നാമരൂപഗുണ ദോഷവർജിതം ഇതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്തരം നാമങ്ങൾ ഈ ഇഹലോക സംബന്ധിയായിട്ടുള്ള നാമങ്ങളും രൂപങ്ങളും ഗുണഗണങ്ങളൊക്കെ മാറ്റിവെക്കേ. എല്ലാത്തിലും തത്വത്തേക്കാണ്, ബ്രഹ്മതത്വത്തേക്കാണ്. കാണുന്നും കേൾക്കുന്നും അനുഭവിക്കാൻ കഴിയുന്ന ഈ ശരീര മനോബുദ്ധി ഉപാധികളല്ല സത്യം. മനോബുദ്ധ്യഹങ്കാര ചിത്താനി നാഹം നജ ശ്രോത്ര ജിഹ്വേ നജ ഘ്രാണനേത്രേ നജ വ്യോമ ഭൂമിർന തേജോ ന വായു ചിദാനന്ദരൂപ ശിവോഹം ചിദാനന്ദരൂപ ശിവോഹം ഇതൊക്കെ ആരവിടെ പഠിപ്പിക്കുക? മനോബുദ്ധി അഹങ്കാരം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, കണ്ണ്, മൂക്ക്, കാത്, പഞ്ചേന്ദ്രിയങ്ങള്, പഞ്ചഭൂത സമന്വിതമായിട്ടുള്ള ഈ ശരീരമല്ല ഞാൻ. അതിനകത്ത് കുടികൊള്ളുന്ന ആ ചൈതന്യമാണ് ഞാൻ എന്ന ബോധം ഉണ്ടാക്കി വെക്കുക എന്നൊക്കെ വേദങ്ങൾ പറയണ്ടേ. ഇത് വേദങ്ങൾ, ഇവിടെ വേദങ്ങൾ, ആരുണ്ടാക്കിയ വേദങ്ങൾ ഞങ്ങളിതുവരെ കണ്ടിട്ടില്ലല്ലോ. വിദ്യാവിരോധികളായിട്ടുള്ള സംഘപരിവാറികൾ, അവർക്കതൊക്കെ അറിയാൻ എവിടെയാ സമയം? എന്തായാലും ലോകത്തിൽ എവിടെയില്ലാത്തൊരു കാര്യമാണ് ചത്തു കഴിഞ്ഞ ശവം ജാതിയുടെ പേരും പറഞ്ഞ് അടികൂടലും. നടക്കട്ടെ അങ്ങനെ. നമസ്കാരം.